എല്ലാം തികഞ്ഞ ആളാണ്. അള്ളാന്റെ ഏറ്റവും കനപ്പെട്ട വിനയാന്വിതനായ, അള്ളാഹ്ക്ക് ഏറ്റവും വിനയം കാണിച്ച അടിമയാണ് ആര്? പറയാ ആര്? മുഹമ്മദ് മുസ്തഫ. ഈ മനുഷ്യൻ നോക്ക് ഇങ്ങോട്ട് നോക്ക്. ഈ മനുഷ്യൻ, ഈ മുഹമ്മദ് മുസ്തഫ തെന്നെപ്പറ്റി വർണ്ണിക്കാൻ വേണ്ടിയിട്ട് മദീന പള്ളിയിൽ ഒരു സ്റ്റേജ് കെട്ടിക്കൊടുക്കുക. അത് നിങ്ങൾ എങ്ങനെ ചിന്തിക്കണത്? ഇപ്പൊ ഞാനൊരു വയൽ പറഞ്ഞപ്പോൾ വയൽ അവസാനിച്ചപ്പോൾ ഒരു ആൾ എണീറ്റ് എന്നാണ് പറഞ്ഞു, നല്ലൊരു വയലാണ് ഉസ്താദ്, അങ്ങനെയാണ് ഉസ്താദ് കൊങ്ങനെയാണെന്ന് പറഞ്ഞാൽ അപ്പൊ എനിക്ക് അയാളോടൊരു ഇഷ്ടം തോന്നാം. കാരണം നമുക്ക് അന്തല്ലല്ലോ. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ല. നിങ്ങൾ എൻ്റെ കൂടെ ഇല്ലല്ലോ പടച്ചോനെ. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ഒന്ന് ലേശം നേരെ എൻ്റെ കൂടെ ഇരിക്കി. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ഞാൻ ഇത് പറഞ്ഞ ശരിക്കും മനസ്സിലാക്കണ്ട. അപ്പോൾ ഈ വയറിൽ അവസാനിച്ചപ്പോൾ ഇവിടുന്ന് ഒരാള് പറയാ, അല്ലെങ്കിൽ ഞാൻ പറയാ, നിങ്ങളിപ്പോ നമ്മളെ സ്വന്തം ആളല്ലേ, നിങ്ങൾ എൻ്റെ പോരിശ ലേശം നേരം ഒന്ന് പറയും. എന്നിട്ട് ഞാൻ വയറിൽ തുടങ്ങണുള്ളൂ എന്ന് പറഞ്ഞാലും ചിലപ്പോ ഞാൻ അങ്ങനെ പറയാ. ഞാനൊരു അന്തംഗമ്യാണല്ലോ, അത് മനസ്സിലാവുന്നുണ്ട് നിങ്ങൾക്ക്. എനിക്ക് അന്തല്ലാത്തോണ്ട് ഞാൻ അങ്ങനെ പറയാം. ഇത് മുത്ത് മുഹമ്മദ് മുസ്തഫ സ്റ്റേജ് കെട്ടിക്കൊടുത്തിരിക്കുക. എന്തിന്? നബിന്റെ മദ്ഹ് പറയാൻ. ചങ്ങായി നിനക്ക് അന്തണ്ട. ഇതെങ്ങനെ മനസ്സിലാക്കണം? ഇതെങ്ങനെ മനസ്സിലാക്കണം? ഇതെന്തിനങ്ങനെയാണ്? എന്ത് തൻ പോരിമ പറയിപ്പിക്കുന്ന ആളാണോ മുഹമ്മദ് മുസ്തഫ? ഒന്ന് പറയും മനുഷ്യന്മാരെ, നിങ്ങൾ എന്താണിത് ചിന്തിക്കാത്തത്? നിങ്ങൾ ഇന്ന് ചിന്തിച്ചാൽ ഇത് തീരൂല, നാളെ ചിന്തിച്ചാൽ തീരൂല. 10 പറഞ്ഞത് ഇതിന്റെ ഉൽപ്പത്തരല്ലേട്ടാ, ഇത് മുസ്തഫ നബിയുടെ ഉൽപ്പത്തരാണ്. ഇത് നിങ്ങൾ നല്ല ഉഷാറിൽ ചിന്തിക്കണം. ഈ പറയണത് ഈ ലോകത്ത് അള്ളാഹ്ക്ക് ഏറ്റവും വിനയം കാണിച്ച ആളാണല്ലോ ആര്? മുഹമ്മദ് മുസ്തഫ. ഈ മനുഷ്യൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സ്റ്റേജ് കെട്ടിയിരിക്കുക. എവിടെ? പള്ളിയിൽ. എന്നിട്ട് പള്ളിക്കുള്ളിൽ ആരും ഇരിക്കുക? നബി ഇരിക്കുക, സ്വഹാബത്തിനെ ഇരിക്കുക. എന്നിട്ട് ഒരാൾ അതിന്റെ മേലെ കയറിയിട്ട് റസൂലുള്ളാഹിന്റെ വൽപ്പത്ര റസൂൽ തന്നെ പറയിപ്പിക്കുക. ഇതിപ്പോ നാടൻ ഭാഷയിൽ പറഞ്ഞ ഭക്ഷണത്തിനല്ലേ? കുറച്ചോനെ പെരുമാളാബാദിലേക്ക് കുറച്ച് അന്തം കൊടുക്കണമേ.